ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു ഈസി ടേസ്റ്റി ബീഫ് കറി ഉണ്ടാലോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സവോള, ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനം കേട്ടോ നമുക്കിതിന് വേണ്ടത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ച് ഒന്ന് മാറ്റി വെക്കാം. സവോളയും ചെറിയ ഉള്ളിയും നമുക്ക് അരിഞ്ഞ് മാറ്റി വെക്കാം. പിന്നെ ഒരു പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും. നമ്മൾ തിളപ്പിച്ച വെള്ളമാട്ടോ ഇതിലോട്ട് ഒഴിക്കാൻ പോകണം. അപ്പോൾ വെള്ളം കുറച്ച് തിളപ്പിച്ച് മാറ്റി വെക്കാം. എന്നിട്ട് അടുപ്പത്തേക്ക് കുക്കർ വെച്ച് കുക്കർ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ സവോള, ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതും മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ ബീഫ് നമ്മൾ നന്നായിട്ട് കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. ആ കഴുകി വെച്ച ബീഫ് നമുക്കൊരു കൊട്ടയിലോട്ട് മാറ്റി വെക്കാം. അത് അവിടെ ഇരുന്നൊന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോയി ഒന്ന് സെറ്റായിട്ട് കിട്ടും. അതുവരെ അത് നമുക്കൊന്നെടുത്ത് മാറ്റി വെച്ചേക്കാം. ഈ സമയത്ത് നമ്മൾ നേരത്തെ ഇട്ട സാധനങ്ങൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്നവരെ നന്നായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അടിക്ക് പിടിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങൾ നമ്മൾക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഒന്ന് ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിക്ക് പിടിക്കും, കരിയും. പൊടി പെട്ടെന്ന് അടിക്ക് പിടിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച ആ വെള്ളവും കൂടെ ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പൊടീൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് നന്നായിട്ട് ആ മസാലയും വെള്ളവും കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് നമുക്ക് യോജിപ്പിക്കാം. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ആദ്യം വേണമെങ്കിൽ പിന്നെ നമുക്ക് ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ച ബീഫ് കുറച്ചായിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ബീഫ് നന്നായിട്ട് വെള്ളമൊക്കെ പോയി നല്ല സെറ്റായിട്ടിരിക്കുമായിരിക്കും. ആ ബീഫ് നമുക്ക് ഈ മസാലയിലോട്ട് ഇട്ട് എല്ലാ ബീഫും നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് അതും യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ ടൈമിൽ ഉപ്പും എല്ലാം കുറവുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കാം. ലാസ്റ്റ് നമുക്ക് 1 സ്പൂൺ ഗരം മസാലയും കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. ഇത് നമ്മുടെ ആ ലാസ്റ്റ് ടൈമിൽ ചെയ്താൽ മതി. ഗരം മസാല എല്ലാം കൂടെ പൊടിച്ച ഗരം മസാലയാണ്. നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാല അതും കൂടി ഇട്ട് നമ്മുടെ കുക്കർ അടക്കാം. ഇനി ഒരു 6-7 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 7 വിസിലിന് ശേഷം ഇത് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ടേസ്റ്റി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ.